സ്കൂൾ ബാഗിന്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ചുമട്ട് തൊഴിലാളികളെക്കാളും കഷ്ടം തോന്നിപ്പോ. എന്തൊരു വെയിറ്റ് ആണല്ലേ കുട്ടികളുടെ ബാഗിന്. രാവിലെ സ്കൂൾ ബസ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ദൂരം അങ്ങ് നടക്കുമ്പോൾ ഞാൻ രണ്ടുപേരുടെ ബാഗ് തൂക്കി പിടിക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവരെ ബസ്സിൽ കയറ്റി വിട്ട് തിരിച്ച് നടക്കുമ്പോൾ ഷോൾഡറിന് എന്തൊരു പെയിനാണെന്നോ. ബിൽഡിംഗ് വേറെ വേറെ ആണെങ്കിലും രണ്ടുപേർക്കും ക്ലാസ് ഉള്ളത് 4th ഫ്ലോറിലാണ്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഈ ഒരു ബാഗും തൂക്കി 4th ഫ്ലോർ വരെയും കയറിപ്പോകുന്ന അവസ്ഥ. ഇന്ന് അവർ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 2 നേന്ത്രപ്പഴം ഞാനിവിടെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് പഞ്ചസാര ഓപ്ഷണലാണ് കേട്ടോ. ഇനി അതിലോട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 സ്പൂണാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സിം ഫ്ലെയിമിലിട്ടിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇത് മൊരിയിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പരിപാടി. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല ഈസിയാണ്, അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് കേട്ടോ. ഈ ഒരു പഞ്ചസാര ഞാൻ പറഞ്ഞില്ലേ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. അതിൻ്റെ പകരം വെല്ലം കഴിക്കുന്ന കുട്ടികൾ, ശർക്കരയല്ലേ, അത് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ഒരാളത് കഴിക്കുകയാണെങ്കിൽ മറ്റാൾക്ക് അത് ഇഷ്ടമല്ല. അപ്പം ഞാൻ കോമൺ ആയിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തു എന്ന് മാത്രം. നമ്മളാണെങ്കിലും ജോലി കഴിഞ്ഞെത്തുമ്പോൾ അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി വരുമ്പോൾ ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സന്തോഷമല്ലേ. അതുപോലെ തന്നെയാണ് കേട്ടോ മക്കളും. അവർക്ക് എന്തെങ്കിലും കുഞ്ഞു സാധനങ്ങൾ അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് നല്ല സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അവരത് മുഴുവനായിട്ട് കഴിക്കുക മാത്രമല്ല, നമ്മളെ കുറച്ചു കാലം കഴിഞ്ഞാൽ ഓർക്കും ചെയ്യട്ടോ. കാരണം എന്താണെന്നറിയോ, ഞങ്ങളും സ്കൂൾ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ എൻ്റെ ഉമ്മയും ഇതുപോലെ കാത്തിരിക്കുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയാണ് കേട്ടോ. നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചൈൽഡ്ഹുഡ് മെമ്മറീസ്. അപ്പോൾ ഞാനും എൻ്റെ മക്കൾക്ക് നല്ല നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്ന തിരക്കിലാണ്.